ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സസൈസ് 9.4 വരെ ചെയ്തു. ഇന്ന് 9.5 ആണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഐഡന്റിറ്റീസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് കാണാതെ പഠിക്കണം. അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പൊ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. എ കൊണ്ട് എ പ്ലസ് ബി പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ ഇൻറ്റു എ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി എന്ന് പറയുന്നത് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ഫസ്റ്റ് ഐഡന്റിറ്റി നമ്മളുള്ളത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനി അടുത്ത ഐഡന്റിറ്റി എന്ന് പറയുന്നത് എ മൈനസ് ബി സ്ക്വയർ. ഇത് നമുക്ക് ഇവിടെ പ്ലസിന്റെ പ്ലേസിൽ മൈനസ് വരും. അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതായത് ഇവിടെ മൈനസ് മൈനസ് ആണ് ഉണ്ടാവുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് എ ബി എന്നുണ്ടാവും. മൈനസ് എ ബി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2ab. ഇത് സെക്കൻഡ് ഐഡന്റിറ്റി. ഇനി തേർഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇതെങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. എ ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇതിൽ എ ഇൻറ്റു എ എന്ന് പറയുന്നത് എ സ്ക്വയർ, എ ഇൻറ്റു മൈനസ് ബി മൈനസ് എ ബി, ഇവിടെ എ ഇൻറ്റു ബി എ ബി മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും. അപ്പൊ 3 ഐഡന്റിറ്റീസ് ആണ് നമ്മൾ പഠിച്ചത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എക്സസൈസ് 9.5 ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നത് യൂസ് സ്യൂട്ടബിൾ ഐഡന്റിറ്റി ടു ഗെറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ്. അതായത് ഇതിനെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്ത പോലെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഐഡന്റിറ്റി തന്നെ യൂസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ആണ്. ഇവിടെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി ഫസ്റ്റ് ഐഡന്റിറ്റി എന്താണ്? ഫസ്റ്റ് ഐഡന്റിറ്റി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ എക്സ് പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എന്റെ പ്ലേസിൽ എക്സ് ആണുള്ളത്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇവിടെ 3 ആണ് പ്ലസ് 3 ബിന്റെ പ്ലേസിൽ 3 ആണുള്ളത് 3 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6x പ്ലസ് 9. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അതിൽ സെക്കൻഡ് 2y പ്ലസ് 5 ഇൻറ്റു 2y പ്ലസ് 5. ഇത് നമുക്ക് അതേ ഐഡന്റിറ്റി തന്നെ. അതായത് 2y പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അതായത് 2y പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്റെ പ്ലേസിൽ എന്താണുള്ളത് നമുക്ക് 2y. അപ്പൊ 2y ഇങ്ങനെ എഴുതാം. 2y ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 2y ഇൻറ്റു ബി എന്ന് പറയുന്നത് 5 പ്ലസ് ബി സ്ക്വയർ 5 സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ 2y ഇൻറ്റു 2y എന്ന് പറയുന്നത് 4y സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു 5 20y പ്ലസ് 25 എന്ന് കിട്ടും. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ 2a മൈനസ് 7 ഇൻറ്റു 2a മൈനസ് 7. അപ്പൊ ഇവിടെ നമുക്ക് 2a മൈനസ് 7 ഹോൾ സ്ക്വയർ 2a മൈനസ് 7 സ്ക്വയർ. ഇത് ഏതാണ് ഐഡന്റിറ്റി? നമ്മുടെ സെക്കൻഡ് ഐഡന്റിറ്റി. അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോ ഇവിടെ നമുക്ക് 2a മൈനസ് 7 സ്ക്വയർ ഈക്വൽ ടു അതായത് 2a സ്ക്വയർ മൈനസ് ഇവിടെ മൈനസ് ആയ മൈനസ് 2 ഇൻറ്റു എന്റെ പ്ലേസിൽ എന്താണുള്ളത് 2a, ബിന്റെ പ്ലേസിൽ എന്താണുള്ളത് ഇവിടെ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും മൈനസ് എഴുതാൻ പാടില്ല. ഇവിടെ 2ab ആണ്. 2a എന്ന് പറയുന്നത് 2a, ബി എന്ന് പറയുന്നത് 7 പ്ലസ് മൈനസ് 7 സ്ക്വയർ.
അതായത് -7² തന്നെയാണ് b². അപ്പൊ അവിടെ നമ്മൾ ഫോർമുലയിൽ എന്താണ് +b² ആണുള്ളത്. അപ്പൊ അത് 7² എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 7². അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4a². 2a × 2a 4a² -2 × 2 4 4 × 7 28 28a + 49. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. അവിടെ ഫോർത്ത് ക്വസ്റ്റ്യൻ 3a - 1/2 × 3a - 1/2. അപ്പോൾ ഇവിടെ നമുക്ക് 3a - 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതും നമ്മുടെ ഐഡന്റിറ്റി a - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² - 2ab + b². അപ്പോൾ ഇവിടെ 3a - 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3a² -2 × 3a × 1/2 + 1/2 ഹോൾ സ്ക്വയർ. അതായത് ഇവിടെ 3a × 3a എന്ന് പറയുന്നത് 9a². ഇവിടെ 2 ക്യാൻസൽ ആവും. അപ്പോൾ -3a + 1/4. 1/2 × 1/2 1/4. 1 × 1 1 2 × 2 4. അപ്പൊ ഇതിൽ ഇതാണ് അതിന്റെ ആൻസർ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അതില് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 1.1 m - 0.4 × 1.1 m + 0.4. അപ്പൊ ഇത് നമ്മുടെ ഏത് ഐഡന്റിറ്റിയാണ്? അതായത് a + b × a - b. ഒന്ന് പ്ലസ് രണ്ട് നോക്കി, a സെയിം ആണ്, b സെയിം ആണ്. അപ്പൊ a + b × a - b. a + b × a - b എന്ന് പറയുന്നത് എന്താണ്? a² - b². അപ്പോൾ ഇവിടെ നമുക്ക് 1.1 m അതായത് 1.1 m² മൈനസ് b എന്ന് പറയുന്നത് 0.4 സ്ക്വയർ. അപ്പോൾ 1.1 എന്ന് പറഞ്ഞാൽ 11 × 11 121 ആണ്. അപ്പോൾ രണ്ട് പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് 1.21 m × m m² മൈനസ് 4 × 4 16 ആണ്. ഇവിടെ രണ്ട് പ്ലേസ് കഴിഞ്ഞു, അതായത് 0.4 × 0.4 ആണ്. 4 × 4 16 എന്ന് കിട്ടി. രണ്ട് പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 0.16. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് അതില് സിക്സ്ത് ക്വസ്റ്റ്യൻ a² + b². അതായത് a² + b² - a² + b². ഇതിനെ നമുക്കൊന്ന് തിരിച്ചെഴുതാം. അതായത് b² + a², b² - a². അപ്പൊ ഏത് ഐഡന്റിറ്റി പോലെ വരുന്നുണ്ട്? a + b × a - b. a+ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് അവിടെ എഴുതുക. a + b × a - b എന്ന് പറയുന്നത് a² - b². അപ്പോൾ ഇവിടെ a²ന്റെ പ്ലേസിൽ എന്തുണ്ട്? b² ഹോൾ സ്ക്വയർ മൈനസ് a² ഹോൾ സ്ക്വയർ. അപ്പൊ ബിന്റെ ആ പ്ലേസിൽ നമുക്ക് എന്റെ പ്ലേസിൽ ഇവിടെ b² ആണ് ഉള്ളത്. അപ്പൊ b² ഹോൾ സ്ക്വയർ മൈനസ് ബിയുടെ പ്ലേസിൽ a² ആണുള്ളത്, a² ഹോൾ സ്ക്വയർ. അപ്പൊ അതിന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. b⁴ മൈനസ് a⁴. ഇനി അതില് സെവൻത് ക്വസ്റ്റ്യൻ 6x - 7 ഉം 6x + 7. 6x - 7 അതും സെയിം ഐഡന്റിറ്റി ആണ്. 6x - 7 × 6x + 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b × a - b ഈക്വൽ ടു a² - b². അപ്പോൾ ഇവിടെ 6x ഹോൾ സ്ക്വയർ മൈനസ് 7². 6x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 × 6 36. 36x² മൈനസ് 49. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അപ്പൊ അതില് 8th ക്വസ്റ്റ്യൻ -a + c × -a + c. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് ഓർഡർ മാറ്റിയ c - a × c - a ആണ്. അപ്പൊ c - a × c - a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c - a ഹോൾ സ്ക്വയർ.
അപ്പൊ ഏതാണ് നമ്മുടെ ഐഡന്റിറ്റി? സെക്കൻഡ് ഐഡന്റിറ്റി എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ സി മൈനസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് 2ac പ്ലസ് എ സ്ക്വയർ. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഇനി അതിൽ 9th ക്വസ്റ്റ്യൻ. 9th x/2 പ്ലസ് 3y/4. രണ്ടും x/2 പ്ലസ് 3y/4 ആണ്. അപ്പൊ x/2 പ്ലസ് 3y/4 എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഹോൾ സ്ക്വയറിന് എഴുതാം. അപ്പൊ ഇത് ഏതാണ് ഐഡന്റിറ്റി? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് എന്റെ പ്ലേസിൽ എന്തുണ്ട്? x/2. അപ്പൊ x/2 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്റെ പ്ലേസിൽ x/2 ഇൻറ്റു ബിന്റെ പ്ലേസിൽ 3y/4 പ്ലസ് ബി എന്താണ്? 3y/4 സ്ക്വയർ. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് ഇവിടെ 2 ക്യാൻസൽ ആയി. നമുക്ക് 2 ക്യാൻസൽ ആയപ്പോ 3xy/4 3xy/4 ഉണ്ട്. പ്ലസ് ഇവിടെ രണ്ട് സെപ്പറേറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3y/4 ഹോൾ സ്ക്വയർ. 3y ഇൻറ്റു 3y എന്ന് പറയുന്നത് 9y സ്ക്വയർ. 4 ഇൻറ്റു 4 60. ഇതാണ് ഇതിന്റെ ആൻസർ. എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് 3xy/4 പ്ലസ് 9y²/16. മുകളിലുള്ള മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിലുള്ള നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. ഇനി അടുത്തത് 7a മൈനസ് 9b. രണ്ട് 7a മൈനസ് 9b എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7a മൈനസ് 9b ഹോൾ സ്ക്വയർ. അപ്പോൾ അതും a മൈനസ് ബി ഹോൾ സ്ക്വയർ. 7a മൈനസ് 9b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഐഡന്റിറ്റി എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 7a മൈനസ് 9b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 7a ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എന്റെ പ്ലേസിൽ എന്താണ്? 7a ഇൻറ്റു ബി എന്ന് പറയുന്നത് 9b പ്ലസ് 9b ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ 7a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 7 49a സ്ക്വയർ മൈനസ് ഇവിടെ 14 ഇൻറ്റു 9 36 3 126ab പ്ലസ് ഇവിടെ 9 ഇൻറ്റു 9 81b സ്ക്വയർ. അപ്പം അങ്ങനെയാണ് അത് കിട്ടുന്നത്. ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.